ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡിവൈൻ മെസ്സേജ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് മാത്രം നിങ്ങൾ എടുക്കുക, നെഗറ്റീവിനെ റിലൈസ് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടി കൊടുക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യം മൈൻഡ്ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ കോളീഗ്സ്, സീനിയേഴ്സ് ആയിട്ടുള്ളൊരു കോളീഗ്സ്, അതല്ലെങ്കിൽ ഒരു ലേഡിയുടെ ഒരു പ്രസൻസ് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം ഇന്ന് തന്നെ അതിന് പോസിറ്റീവായിട്ട് ഒരു റിപ്ലൈ, അതല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്കറിയാം അത് ഗ്രാജ്വലി അതിനുള്ളൊരു ചേഞ്ചസ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യാനോ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കാനോ ചെയ്യരുത്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് പഠിക്കാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇന്ന് നല്ല ദിവസമാണ്. അതുപോലെ തന്നെ നിങ്ങളും ടെൻഷൻ ഫ്രീ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പഠന കാര്യത്തിൽ ഓർത്തിട്ടാണ് ടെൻഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ളൊരു റിസൾട്ട് കിട്ടും എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മെൻറ്റാലിറ്റി ഇന്ന് വളരെ സെൻസിറ്റീവാണ്. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് വളരെ നല്ലതുപോലെ ഉള്ള ഒരു ടൈം പീരീഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലോട്ട് കൂടുതൽ നോക്കാൻ പറയുന്നത്. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഇന്ന് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നു, പക്ഷെ നിങ്ങൾക്കറിയാം അത് ഇന്ന് കിട്ടത്തില്ലെങ്കിലും അത് ഗ്രാജുവലി നിങ്ങളുടെ കയ്യിലോട്ട് തന്നെ കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ അറിഞ്ഞുകൊണ്ടും നിങ്ങൾ അതിലോട്ട് സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആകാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഭാവിയിൽ വരുമെന്ന്. അപ്പോൾ പിന്നെ മൈൻഡിന് മൈൻഡിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊടുത്ത് അതിന് കുറച്ചുകൂടെയൊക്കെ ഫ്രീ ആയിട്ടും നിങ്ങൾ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു കമ്പാരിസൺ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. എൻ്റെ ലൈഫ് അങ്ങനെയാണ്, എനിക്ക് കിട്ടിയില്ല, അവർക്ക് കുറച്ചുകൂടെ നല്ല ബെറ്റർ ആണ് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ ലൈഫും മറ്റുള്ളവർക്ക് കിട്ടിയ കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ഇന്ന് എവിടാണോ നിൽക്കുന്നത് അതിനെപ്പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇന്നത്തെ കാര്യത്തിലേക്ക് പോവുക. നാളത്തെ കാര്യം നമുക്ക് അറിയില്ല എന്താണ് വരുന്നതെന്ന്. പാസ്റ്റിനെ പറ്റിയും ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ഇന്ന് എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടത്തെ കാര്യം നോക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മൈൻഡ്ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡേയിൽ നിന്നും നിങ്ങളുടെ മൈൻഡിനെ കാംനെസ് തരാൻ വേണ്ടിയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് ഒക്കെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള മെസ്സേജസിന് വേണ്ടി നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യും.